ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കിക്കർ അടിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ കിക്കർ സ്റ്റാർട്ടാവും, കിക്കർ അടിച്ചാലും സ്റ്റാർട്ടാവില്ല. സ്പീഡോമീറ്റർ വർക്കിംഗ് കറക്റ്റ് അല്ല. അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, അങ്ങനെ 1-2 വർക്കുകളാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ശരിക്കും സെൽഫ് എടുക്കാത്ത കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പോൾ ബാറ്ററിയുടെ പ്രശ്നമുള്ള വരാറ് സാധാരണ. അപ്പോൾ നമ്മളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റി. വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. 12 വോൾട്ട് 7 ആമ്പിയറുള്ള ബാറ്ററി. അപ്പോൾ വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണുണ്ട്. ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് കുറവാണ്. 12.56 റേഞ്ചൊക്കെ വന്നുള്ളൂ. ശരിക്കും നമുക്ക് വോൾട്ട് ചെക്ക് ചെയ്യാൻ ഒരു 12.5 വോൾട്ടിലെങ്കിലും ഇട്ടിട്ട് വേണം നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് വിടാനായിട്ട്. അപ്പോൾ ഇത് ഓൾറെഡി ബാറ്ററി ചാർജ് കുറവാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ വോൾട്ട് ഇത്രയും കാണിക്കണമെങ്കിലും ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് ഇത് കാണിക്കണത് ലോ ആയിട്ട് കാണിക്കണം, അതായത് ബാറ്ററി ചാർജ് കുറവായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ചാർജ് ചെയ്തിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ എന്നുള്ള കേസ്. അതിന് ശേഷമാണ് നമുക്ക് വണ്ടിമേന്ന് ഇപ്പോൾ നമ്മൾ ഈ കണക്ഷനിൽ വെച്ച് നോക്കുമ്പോൾ വണ്ടിമേന്ന് ചാർജ് കയറണത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് നോക്കാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ കിക്കർ അടിക്കുമ്പോൾ ചില സമയങ്ങളിൽ സ്റ്റാർട്ട് ആവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോഴല്ലോ ഈ താക്കോൽ സെറ്റാണ് കംപ്ലയിൻറ്റ്. ഈ മീറ്ററിനകത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. താക്കോൽ ഓണാക്കുമ്പോൾ നമുക്ക് ന്യൂട്രലൈറ്റ് തെളിയണം. ഇപ്പം ന്യൂട്രലൈറ്റ് തെളിയുള്ളത് അതുകൊണ്ടോ, അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് തെളിഞ്ഞു വരിക. അതായത് താക്കോൽ സെറ്റ് ലൂസ് കോൺടാക്റ്റാണ് ആ പ്രോബ്ലം കാണിക്കണതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. അത് നമുക്ക് ഇത് അഴിച്ച് ക്ലീൻ ചെയ്യൽ നടക്കില്ല യൂണിക്കോൺ മോഡലൊക്കെ. ഇതിപ്പോൾ ചില സമയങ്ങളിൽ ഒട്ടും വരില്ല. നമ്മളിപ്പോൾ ഓണാക്കിയാലും ചില സമയങ്ങളിൽ അത് തെളിയില്ല, കുറേ നേരം കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. അതാണ് നമ്മൾ അടിക്കുന്ന സമയത്ത് സ്റ്റാർട്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇത് DC ടൈപ്പാണ്, ബാറ്ററി സപ്പോർട്ട് വേണം. ആ ലൈന് ബാറ്ററി ചാർജ് കുറവാണെങ്കിൽ പോലും ബാറ്ററി വേണം തന്നെ. ആ ലൈൻ ലൂസ് കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് ലൈൻ പ്രോപ്പറായിട്ട് വർക്കാവില്ല. അങ്ങനെ വരുമ്പോഴാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുക. വേറെ പ്രശ്നങ്ങളൊന്നും നമ്മളൊന്ന് ഓടിച്ച് നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ താക്കോൽ സെറ്റ് നമ്മൾ തൽക്കാലം വേണമെങ്കിൽ ഒരു ലൂബ്രിക്കേഷൻ കൊടുത്തിടാം. പിന്നെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കീ സെറ്റായിട്ട് നമുക്ക് മാറ്റേണ്ടി വരും. കീ സെറ്റായിട്ടാണ് മാറ്റണത് നല്ലത്. ഒന്ന് ഈ ഐറ്റം വരും, പിന്നെ ടാങ്കിൻ്റെ അടപ്പ് വരും, പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ സീറ്റിൻ്റെ ലോക്ക്, അതടങ്ങുന്ന ഒരു കിറ്റാണ്. ഏകദേശം ഒരു 1000 രൂപ ചില്ലറ എന്തോ റേറ്റ് വരും അതിന്. പാർട്സിന് മാത്രം നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ സ്പീഡോമീറ്റർ പ്രോപ്പറായിട്ട് വർക്കാവില്ല. അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കേബിൾ ഇന്നർ പൊട്ടിപ്പോയിക്കണുണ്ടോ. അപ്പോൾ അതൊന്ന് അഴിച്ച് കേബിൾ മാറ്റി കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ ഞാൻ ചെക്ക് ചെയ്തിരുന്നു. ഓയിൽ ലെവൽ കുറവ് കാര്യങ്ങളൊന്നുമില്ല. കാഴ്ചയിലും നമ്മൾ നോക്കുമ്പോൾ നല്ല ഓയിലാണ്. അപ്പോൾ ഓയിൽ തൽക്കാലം മാറ്റണ്ട. ഇപ്പോൾ നമ്മൾ ഈ പുറമേ ഓയിൽ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഇത്രേ ഉള്ളൂ. ഓയിലിപ്പോൾ നമുക്ക് ആര് മാറ്റിയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്ക് കമ്പനി ഓയിലാണ് യൂസ് ചെയ്യണമെന്നുള്ള ദിവസം പ്രത്യേകം ശ്രദ്ധിക്കാം. ഹോണ്ടയുടെ ജെനുവിൻ ഓയിലാണ് യൂസ് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തുക. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ മേടിച്ചു കൊടുക്കുക എന്തെങ്കിലും ചെയ്യണം. ഏതെങ്കിലും ഓയിൽ ഒഴിക്കണേലും നല്ലത് ഒറിജിനൽ ഓയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഒന്ന് വേറെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തതിനാണ്. അപ്പോൾ നിർബന്ധമായിട്ടും കമ്പനി ഐറ്റം യൂസ് ചെയ്യണതാണ് ബെറ്റർ. കാരണം അത് നമ്മുടെ എഞ്ചിൻ ലൈഫിനൊക്കെ ഡയറക്റ്റ് ബാധിക്കുന്നതാണ്. അപ്പോൾ പുറമെ എങ്ങനെ നോക്കിയാലും കമ്പനി ഓയിൽ ആരും തരാനായിട്ട് സാധ്യത കുറവാണ്. കാരണം അതിനകത്തൊക്കെ ഓൾറെഡി മാർജിനൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അത് യൂസ് ചെയ്യില്ല. നല്ല ഓയിൽ ഏതാണോ അവരുടെ കയ്യിലിരിക്കുന്ന ഏത് ഓയിലാണോ അത് നല്ല ഓയിൽ എന്നേ പറയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ജെനുവിൻ ഓയിലാണ് ഒഴിക്കണേന്നുള്ള ദിവസം ഉറപ്പ് വരുത്തുക. നമ്മൾ കാശ് കൊടുത്ത് ഒഴിക്കണതാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ നിർബന്ധം പറഞ്ഞാൽ മാത്രമാണ് അതനുസരിച്ച് ചെയ്യുക. അതല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ മേടിച്ചു കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇതിപ്പോൾ കിലോമീറ്റർ ആയിട്ടില്ല, ആവുമ്പോൾ മാറ്റിയാൽ മതി. മാറ്റുമ്പോൾ ഇതേപോലെ കമ്പനി ഓയിൽ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് ചാർജിലിട്ടിട്ടൊന്ന് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് അടുത്ത അതിനകത്ത് ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ.